ഓക്കെ, സോ വെൽക്കം ബാക്ക്. അപ്പം നമ്മുടെ ഓരോ പ്രാവശ്യം റീജോയിൻ ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് പേര് കുറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ബട്ട് ഇറ്റ്സ് ഓക്കെ. അവർ ചിലപ്പോൾ റെക്കോർഡിങ്സ് കൂടിക്കൊള്ളുമായിരിക്കും. നോ പ്രോബ്ലം. സോ നമ്മുടെ പറഞ്ഞുകൊണ്ടിരുന്ന സ്ഥലത്ത് നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ സിസ്റ്റം വർക്ക് ചെയ്യുന്നതിന് കുറച്ച് കീ പോയിന്റ്സ് ഉണ്ട്. അത് എന്തുകൊണ്ടാണ് നമ്മുടെ സിസ്റ്റം ഇത്ര എഫക്റ്റീവ്ലി വർക്ക് ചെയ്യുന്നത് എന്ന് നമ്മൾ പറയുന്നു എന്ന് ഉള്ളതിന് കുറച്ച് കാര്യങ്ങളുണ്ട്. അതിന് ഉള്ള മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് നമ്മൾ ലൈവ് ഫിഗേഴ്സിലാണ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ വേറെ ചാർട്ട്സ് ഉപയോഗിക്കുന്നില്ല, ഒന്നും ഉപയോഗിക്കുന്നില്ല. ആകെ ആ ഫിഗേഴ്സ് മാത്രം കണ്ട് ട്രേഡ് എടുക്കുന്നുണ്ട്. നമുക്ക് ഈ സിസ്റ്റം വർക്ക് ചെയ്യും. ബിക്കോസ് ഇഫ് നിങ്ങൾ ഈ സെയിം സിസ്റ്റം, ഈ ₹5 പ്രോഫിറ്റ് സിസ്റ്റം നിങ്ങൾ ഒരു ചാർട്ട് ഉപയോഗിക്കുന്ന ആൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ട്രൈ ചെയ്താൽ, ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് വിൽ വർക്ക് ദിസ് വെൽ. എന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു ലൈവ് ഫിഗേഴ്സ് മാത്രം കാണുക, അല്ലാണ്ട് ചാർട്ട്സ് കാണുന്ന ഒരാൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതിനകത്തുനിന്ന് നിങ്ങൾക്ക് എക്സാക്ട്ലി ആ ₹5 മാർജിൻ മനസ്സിലാക്കി അതിൻ്റെ എൻട്രി എടുക്കാനും എക്സിറ്റ് എടുക്കാനും ഏത് പ്രൈസിൽ എൻട്രി എടുക്കണം എന്നൊക്കെ മനസ്സിലാക്കാൻ നിങ്ങളെ മെൻ്റലി അത് ഒത്തിരി ഡിസ്റ്റർബ് ചെയ്യും. അപ്പം ആ ഒരു ഇഷ്യൂ നമ്മൾ ഫേസ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ ആക്ച്വലി പറഞ്ഞിരുന്നത്, നോ നീഡ് ടു ഡൂ ദിസ് തിങ്. നമുക്ക് ജസ്റ്റ് ആസ് സച്ച് നമ്മൾ പോകുന്ന രീതിയിൽ തന്നെ പോയാൽ മതി. അതിനകത്ത് ലൈവ് ഫിഗേഴ്സ് ചാർട്ട്ലെസ് ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ആ ഫിഗേഴ്സ് കണ്ട് നിങ്ങൾ ആ ഫിഗേഴ്സിനെ മാത്രം ഫോക്കസ് ചെയ്യും. നിങ്ങൾ വേറെ ഒന്നും ഫോക്കസ് ചെയ്യത്തില്ല, ജസ്റ്റ് ഫിഗേഴ്സ് മാത്രം ഫോക്കസ് ചെയ്യും. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ നേരത്തെ ഡിസ്കസ് ചെയ്തു, ATP എന്ന് പറയുന്ന ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. നമ്മൾ ATP വരെയാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് കരുതുക. ഒരു ATP വരെ നിങ്ങൾക്ക് ലോസ് താങ്ങാൻ പറ്റും. ലൈക്ക് നിങ്ങൾക്ക് അഥവാ ഇപ്പോൾ ഒരു മാർക്ക് നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് പോയാലും ATP വരെ ഇഫ് യു ഹാവ് ദ ഇൻറ്റ്യൂഷൻ വെയിറ്റ്. അല്ല, നിങ്ങൾക്ക് ഫീൽ ചെയ്യുക മാർക്കറ്റ് അവിടുന്ന് അങ്ങ് ഡ്രോപ്പ് ആവുക, നിങ്ങളുടെ ആ ഒരു മാർക്കറ്റ് കണ്ടീഷൻ മാറിയെന്ന് വല്ലതും തോന്നുന്നുണ്ടെങ്കിൽ, ദെൻ ഡോണ്ട് സ്റ്റേ ദെയർ. ആ ട്രേഡ് അവിടുന്ന് അങ്ങ് കട്ടൗട്ട് ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റ് ഫ്രഷ് മൈൻഡോടെ ന്യൂ ട്രേഡ് എടുക്കുക. പിന്നെ ഈ ഒരു സിസ്റ്റത്തിൽ ചെയ്യുന്നെന്ന് വിചാരിച്ച് നിങ്ങൾ ഈ ഓവർ ട്രേഡിങ് ആ ഫാക്ടറിലോട്ട് ഒരിക്കലും പോകരുത്. ഓവർ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആർക്കാണെങ്കിലും ഇഷ്യൂ ആണ്. നമ്മൾ ഒരിക്കലും ലോസ് വന്നു ആ ലോസിനെ റിക്കവർ ചെയ്യണം എന്നുള്ള മൈൻഡ് സെറ്റിലല്ല ട്രേഡ് ചെയ്യേണ്ടത്. ഇഫ് ഐ ഗെറ്റ് എ ഗുഡ് ഓപ്പർച്യൂണിറ്റി ഐ ടേക്ക് ട്രേഡ്. ആ ഒരു മൈൻഡ് സെറ്റോടെ നമ്മൾ ആ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് ട്രേഡ് എടുക്കാൻ നിൽക്കുക. ഓക്കെ. പിന്നെ നമ്മൾ ആ ഒരു വൺസ് ജസ്റ്റ് പ്രൈസ് ഇങ്ങനെ കയറിയും ഇറങ്ങിക്കൊണ്ടിരിക്കുന്നതിന് ഇടയ്ക്ക് വെച്ച് നമ്മൾ എൻട്രി എടുക്കരുത്. ലൈക്ക് നമ്മളിപ്പോൾ പ്രൈസ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നതിന് ഇടയ്ക്ക് വെച്ച് നമ്മൾ ഒരു പ്രൈസ് ഇട്ട് കയറി അങ്ങനെ ചെയ്യരുത്. ബിക്കോസ് നമുക്കപ്പോൾ ഭയങ്കര ലൈക്ക് ആ ഒരു പ്രോപ്പർ മൊമെൻറ്റത്തിലല്ലിരിക്കരുത് നമ്മൾ കയറുന്നത്. നമ്മൾ ചിലപ്പോൾ കയറുന്നതിന് ഇടയ്ക്ക് വെച്ച് ആ പ്രൈസ് കിട്ടിയില്ലെന്ന് വരും, കിട്ടിയാൽ തന്നെ നമ്മുടെ ട്രേഡ് പ്രോപ്പർലി എക്സിക്യൂട്ട് ആവാണ്ടിരുന്ന് വരും. അപ്പോൾ പല ഇഷ്യൂസ് വരാൻ ചാൻസ് ഉണ്ട്. ഒരു സ്റ്റേബിൾ ലെവലിൽ എത്തിയിട്ട് ട്രേഡ്സ് എടുക്കുക. എയ്തർ നമ്മൾ ട്രേഡ് എൻട്രി നേരത്തെ എടുക്കുക, പ്രൈസ് കയറുമ്പോൾ എക്സിറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ട്രേഡ് വൺസ് ആ ഒരു ലെവലിൽ എത്തി ഒന്ന് സ്റ്റെബിലൈസ് ആയതിനു ശേഷം ഈ റേഞ്ചിൽ നിൽക്കും എന്ന് നമുക്ക് തോന്നിയതിന് ശേഷമാണ് ട്രേഡ് എടുക്കേണ്ടത്. ഓക്കെ. പിന്നെ നമ്മുടെ ഏറ്റവും വേറൊരു ഈ സിസ്റ്റത്തിൻ്റെ ഒരു ഗോൾഡ് എന്ന് പറയുന്നത് നമുക്ക് സൈഡ് വേസ് മാർക്കറ്റിൽ പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഒരു ഓപ്ഷൻ ബയറിനെ സംബന്ധിച്ചുള്ള എല്ലാവരും പറയുന്നതാണ്, സൈഡ് വേസ് മാർക്കറ്റിൽ പ്രോഫിറ്റ് ആരാ ഉണ്ടാക്കുന്നത്? ഓപ്ഷൻ സെല്ലേഴ്സ്. ഓപ്ഷൻ ബയേഴ്സിന് സൈഡ് വേസ് മാർക്കറ്റിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ളത് ഒരു ലൈക്ക് നോൺ ഫാക്റ്റ് ആണല്ലേ. നമ്മൾ പറയുന്ന ഓപ്ഷൻ സെല്ലേഴ്സ് ആണ് സൈഡ് വേസ് മാർക്കറ്റ് ആഗ്രഹിക്കുന്നത്. പക്ഷേ ആക്ച്വലി നമുക്ക് ഈ സിസ്റ്റം അനുസരിച്ച് സൈഡ് വേസ് മാർക്കറ്റ് നമുക്ക് വളരെ ഫേവറബിൾ ആണ്. ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. നമുക്ക് എന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു സൈഡ് വേസ് മാർക്കറ്റിലും ഈ ഒരു ₹5 ₹10 മൂവ്മെൻറ്റ് അതിനിടയ്ക്ക് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുക. ഈവൻ ഇഫ് ദ പ്രൈസ് ഹാവ്സ് ടു മൂവ് സൈഡ് വേസ്, ആ ഒരു ₹5 to ₹10 മൂവ്മെൻറ്റ് ഇല്ലാണ്ട് പ്രൈസിന് ഒരിക്കലും പറ്റത്തില്ല. അപ്പോൾ ആ ഒരു കാരണം നമുക്ക് അതിനിടയ്ക്ക് നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള മാർജിൻ കാണും. ഒൺലി യു നീഡ് ടു ഹാവ് ദ ഇൻറ്റ്യൂഷൻ. ഇപ്പോൾ സൈഡ് വൈസ് മാർക്കറ്റ് അതൊരു വലിയ പ്രോയാണ്. നിങ്ങളിപ്പം നാളെ ട്രേഡ് ചെയ്ത് തുടങ്ങുമ്പം നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവേണ്ട പ്രോസ് ആണ് എന്താണ് നമുക്ക് ഈ ട്രേഡ്സിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഫീച്ചേഴ്സ്. പിന്നെ നമ്മുടെ സിസ്റ്റം അനുസരിച്ച് ഞാൻ പറഞ്ഞു ഓൾറെഡി, നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മുടെ സിസ്റ്റംസ് അനുസരിച്ച് നമുക്ക് കിട്ടുന്ന ലെവൽസ്, ഏത് ലെവലിൽ ട്രേഡ് എടുക്കണം, ഏത് ലെവലിൽ എക്സിറ്റ് ചെയ്യണം എന്നുള്ള നമ്മുടെ ട്രേഡ്സിൻ്റെ ലെവൽസ് നമ്മൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഐഡിയ കിട്ടും, എവിടെയാണ് ഏത് ലെവൽ ബ്രേക്ക് ചെയ്യത്തില്ല, ഏത് ലെവൽ താഴെ പോകും, നമ്മൾ എന്താണ് എക്സ്പെക്റ്റേഷൻ എന്നൊക്കെ ഉള്ളത് നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഐഡിയ കിട്ടും. അപ്പം അത് നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും ലൈവ് മാർക്കറ്റിൽ യൂസ് ചെയ്യുമ്പം. പിന്നെ നമ്മുടെ ഈ സിസ്റ്റത്തിൻ്റെ ഏറ്റവും ബെനിഫിറ്റ് കിട്ടുന്ന ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി സെബി എടുത്ത് മാറ്റി. ലൈക്ക് വീക്ക്ലി എക്സ്പയർ ചെയ്യുന്ന അതിപ്പോൾ മന്ത്ലി എക്സ്പയറി ആയിരിക്കുകയാണ്. ഈ മന്ത്ലി എക്സ്പയറി ആകുമ്പോൾ വലിയൊരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ആ ഒരു തീറ്റ ഡി കെ അല്ലെങ്കിൽ ആ ഓപ്ഷൻ വാല്യൂവിൻ്റെ ഡി കെ ഉണ്ടാവത്തില്ലേ, ആ ഡി കെ എന്ന് പറയുന്ന സംഭവം ഇതിനത്ര ഉണ്ടാവില്ല.
നമുക്ക് മന്ത്ലി ഓപ്ഷൻസ് ആയതുകൊണ്ട് നമ്മുടെ ആ ഒരു ഈ മന്തിൻ്റെ ഒരു 3 വീക്സും നമുക്ക് നല്ല ലൈക്ക് ആ ഒരു മൊമെൻറ്റം കിട്ടും നമ്മുടെ പ്രൈസിങ്ങിൽ. അല്ലെങ്കിൽ എപ്പോഴും ഉണ്ടെന്ന പ്രശ്നം എന്താ, നമുക്കിപ്പോൾ തേഴ്സ്ഡേ എക്സ്പയറി ആണെങ്കിൽ സാറ്റർഡേ സൺഡേ മൺഡേ ട്യൂസ്ഡേ ആകുമ്പോഴത്തേക്ക് തന്നെ പിന്നെ ആൾക്കാരുടെ മൈൻഡിൽ ആ ഒരു ഓപ്ഷൻ DK ഫാക്ടർ വന്നിട്ട് വല്ലാണ്ട് പ്രൈസ് ഈവൻ നമ്മൾ പ്ലാൻ ചെയ്യുന്നതനുസരിച്ച് മാർക്കറ്റ് പോകുന്നതെങ്കിലും ഒരു 5 റുപ്പി ആണെങ്കിലും 10 റുപ്പി പ്രോഫിറ്റ് ആണെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ അത്ര ഹെവി മൂവ്മെൻറ്റ് വേണം. ഈ ഹെവി മൂവ്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് വലിയ പാടാണ്. അപ്പോൾ ഹെവി മൂവ്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് അല്ലാണ്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നത് നമുക്ക് ഈ ബാങ്ക് നിഫ്റ്റി മന്ത്ലി എക്സ്പയറി ആയതുകൊണ്ടാണ്. പിന്നെ ഇപ്പം നിങ്ങൾക്ക് ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ നമുക്ക് തോന്നും എങ്ങനെ ഈ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്, നമ്മുടെ സ്ക്രീൻസ് എങ്ങനെ ഉള്ളതെന്നൊക്കെ ഉള്ളത് ഓൾറെഡി ഞാൻ കാണിച്ചു എൻ്റെ സ്ക്രീൻ എങ്ങനെ ഇരിക്കുന്നതെന്ന്. ഇതാണ് നമ്മുടെ സ്ക്രീനിൻ്റെ മെയിൻ വിൻഡോ ലുക്ക്, എങ്ങനെയാണ് നമ്മുടെ സ്ക്രീനിൽ ഉണ്ടാവുക എന്ന് ലാപ്ടോപ്പിൽ. എന്നിട്ട് നമ്മൾ അഥവാ ഇപ്പോൾ ഒരു ബൈ എൻട്രി അല്ലെങ്കിൽ സെൽ എൻട്രി എടുക്കുമ്പോൾ ബൈ ഓർഡർ ഞെക്കിക്കഴിഞ്ഞാൽ F1 ഒരു ക്ലിക്ക് അടിച്ചാൽ നമുക്ക് ഈ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. ഈ ഒരു വിൻഡോയ്ക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ്ലി അപ്പം തന്നെ ജസ്റ്റ് എൻട്രി എടുത്താൽ മതി. ഏത് പ്രൈസ് വേണം, ഇവിടെ മാത്രമാണ് ഞാൻ ഒരു പ്രൈസ് മാറ്റുന്നത്. ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഈ HTS സിസ്റ്റത്തിനകത്ത് പ്രീ സെറ്റ് ചെയ്യാം. എത്ര ക്വാണ്ടിറ്റിയാണ് ഞാൻ ട്രേഡ് ചെയ്യുന്നത്, എത്ര ഏതാണ് ബാങ്ക് നിഫ്റ്റി ആണോ എന്താണോ ലിമിറ്റ് ഓർഡർ ആണോ എല്ലാം നമുക്ക് പ്രീ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ജസ്റ്റ് നമ്മളാകെ പ്രൈസ് മാത്രമേ ഇടേണ്ട ആവശ്യമുള്ളൂ. ഇതാണ് നമ്മുടെ ബൈ ഓർഡറിൻ്റെ വിൻഡോ. അപ്പോൾ കണ്ടോ, നമ്മുടെ മെയിൻ സ്ക്രീനിൻ്റെ അകത്ത് എന്ത് ചെറിയൊരു കോർണറിൽ വരത്തുള്ളൂ, അല്ലാണ്ട് നമ്മൾ വേറെ സ്ക്രീൻ പോയി നമ്മുടെ ഫോക്കസ് നഷ്ടപ്പെടുകയല്ല. നമ്മുടെ ഈ സിസ്റ്റത്തിൻ്റെ ഗുണം എന്താ, ഈ HTS സിസ്റ്റം വേണ്ടത് ഈ ഒരു കോർണറിലായിട്ട് ഈ ഒരു ബൈ ഓർഡറിൻ്റെ ഇത് വരത്തുള്ളൂ. ബാക്കിയുള്ള ഏരിയ സ്റ്റിൽ നമ്മൾ വ്യൂ ചെയ്തുകൊണ്ടിരിക്കുക. നമുക്കിവിടെ എൻട്രി എടുത്തു, കഴിഞ്ഞു, ഡൺ. പിന്നെ നിങ്ങൾ സെൽ ഓർഡർ ഞെക്കിക്കഴിഞ്ഞാൽ സെല്ലിൻ്റെ സ്ക്രീൻ വരും. ഇതാണ് സെല്ലിൻ്റെ സ്ക്രീൻ എന്ന് പറയുമ്പോൾ നേരെ റെഡ് കളറ്. പക്ഷേ നിങ്ങൾക്ക് സെൽ ഓർഡർ ഇടാം. ഇതിപ്പോൾ നമ്മൾ ബൈ ഇല്ലാണ്ട് ചെയ്യുന്നതുകൊണ്ടാണ് സെൽ ഓർഡറിൻ്റെ പോലെ വരുമ്പം ഇത്ര ഹൈ മാർജിൻ കാണിക്കുന്നത്. അല്ലെങ്കിൽ കണ്ടോ, ഒരു 7,000 റുപ്പീസ് മാർജിനാണ് വേണ്ടി വരിക ആ ഒരു പ്രൈസ് റേഞ്ചിലേക്കുള്ള സാധനത്തിന്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ പോയി കഴിഞ്ഞാൽ സെൽ ഓർഡർ പറ്റും. അപ്പോൾ നമ്മളെ ഒട്ടും ഡിസ്റ്റർബ് ചെയ്യാൻ നമുക്ക് ട്രേഡ്സ് എടുക്കാൻ പറ്റും. പിന്നെ ഒരു വലിയ ഇമ്പോർട്ടൻറ്റ് ഇപ്പോഴത്തെ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ SR1, SR2, SR3 എന്ന് പറയുന്ന ഫിഗേഴ്സ്. ഈ SR1, SR2, SR3 ഫിഗേഴ്സ് എന്ന് പറയുന്നത് ഞങ്ങൾ അത് ഓൾറെഡി മാർക്കറ്റിൽ നിന്ന് ഞങ്ങൾ ലൈക്ക് ഒരു ഇൻ ബിറ്റ്വീൻ ദ ഡേ നമ്മൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് നമ്മൾ ഗ്രൂപ്പിൽ ഇടുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ലെവൽസ് കാണാൻ പറ്റും. ഇപ്പം ഞാൻ പറഞ്ഞു ഓൾറെഡി ATPയെ കുറിച്ച്. ATPക്ക് മുകളിൽ നിൽക്കുമ്പോഴേ നമ്മൾ ട്രേഡ്സ് എടുക്കാവുള്ളൂ. ATPക്ക് താഴെ പോയി നമ്മൾ ട്രേഡ് എടുക്കരുത്, ഭയങ്കര റിസ്ക്കിയാണ് നമുക്ക്. അപ്പം ATPക്ക് താഴെ പോയത്, ATPക്ക് മുകളിലാണെങ്കിൽ പോലും ATPക്ക് മുകളിൽ എവിടെ വരെ നിൽക്കണം എന്നൊക്കെ നമുക്കൊരു ഡൗട്ട് കാണും. അപ്പോൾ ഏത് ലെവലിൽ വേണം എന്നൊക്കെ. അതിനാണ് ഈ SR1, SR2, SR3 എന്ന് പറയുന്ന സംഭവം വരിക. ഇപ്പം SR3ക്ക് മുകളിലാണ് നിങ്ങളുടെ കറണ്ട് പ്രൈസ് എങ്കിൽ വെരി ഗുഡ്. എന്നുവെച്ചാൽ നിങ്ങൾക്ക് ആ ഒരു സേഫ്റ്റി നെറ്റ് ഭയങ്കര കൂടുതലാണ്. നിങ്ങൾക്ക് അവിടെ ട്രേഡ്സ് എടുത്തു കഴിഞ്ഞാൽ എന്തായാലും പ്രോഫിറ്റ് പിക്കുള്ളൂ, നോ പ്രോബ്ലം. കുറച്ചും കൂടെ ചിലപ്പോൾ നമുക്ക് ആ റിസ്കി സിറ്റുവേഷൻ, നമുക്ക് ട്രേഡ്സ് എടുക്കാനായിട്ടുള്ള സിറ്റുവേഷൻ നമുക്ക് കുറച്ചും കൂടെ ഒന്ന് താഴത്തെ പ്രൈസും അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ SR2 വരെ അക്സെപ്റ്റ് ചെയ്യാം. ഇത് കണ്ടോ, 353 ആണ് SR3, 337 ആണ് SR2, 321 ആണ് SR1. ഈ SR1 എന്ന് പറയുന്ന ഫിഗറിന് താഴെ ട്രേഡ്സ് എടുക്കുകയേ ചെയ്യരുത്. അതിനടിയിൽ നമ്മൾ ട്രേഡ്സ് വേണ്ട, നോ എന്ന് ചിന്തിക്കുക. നമുക്ക് വേറെ ഓപ്പർച്യൂണിറ്റി ഉണ്ടല്ലോ, നോ പ്രോബ്ലം. നിങ്ങൾക്ക് SR1 താഴെ കോൾ ഓപ്ഷൻ പോയെങ്കിൽ അതിനർത്ഥം പുട്ട് ഓപ്ഷനാണ് അന്നത്തെ മാർക്കറ്റ്. അപ്പോൾ പുട്ട് ഓപ്ഷൻ നിങ്ങൾക്ക് അതിന് ഓപ്പർച്യൂണിറ്റി കാണും. അപ്പം അതിന് താഴെ പോകരുത്. ഓക്കെ, അപ്പോൾ SR1 താഴെ പോകരുത്. SR3ക്ക് മുകളിലാണെങ്കിൽ സ്റ്റേ കോൺഫിഡൻറ്റ് ഇൻ ദ മാർക്കറ്റ്. SR2 ഒക്കെ നോ പ്രോബ്ലം. ബട്ട് SR1 വരെയൊക്കെ പോകാണ്ടിരിക്കാൻ ട്രൈ ചെയ്യുക. ഇറ്റ്സ് ജസ്റ്റ് ലെവൽസ് ഓഫ് റിസ്ക്. ഇതൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്ന കുറച്ച് ഫിഗേഴ്സാണ്. അപ്പം നമ്മൾ ആ ഫിഗേഴ്സ് നിങ്ങൾക്ക് ഞങ്ങൾ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്യും. അതങ്ങനെ മാറത്തില്ല എപ്പോഴും. ഇറ്റ്സ് നോട്ട് എ ലൈവ് മാർക്കറ്റ് തിങ്. ഇറ്റ് ടേക്സ് ടൈം ടു ചേഞ്ച്. അപ്പോൾ അത് ചേഞ്ച് ആയി കാണുമ്പോൾ ഞങ്ങൾ പിന്നെയും പുതിയ സ്ക്രീൻഷോട്ട് ഇട്ട് തരും നിങ്ങൾക്ക്. പിന്നെ നിങ്ങൾക്ക് ഓൾറെഡി ഞങ്ങൾ ഷെയർ ചെയ്ത് തന്നിരുന്നു വാട്സാപ്പ് ഗ്രൂപ്പിൽ നമുക്ക് ലൈക്ക് എന്താണ് ഇതിൻ്റെ സെറ്റപ്പ് ചെയ്യാനുള്ള സ്ക്രീൻസ് എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ ഈ ടെർമിനലിൻ്റെ സ്ക്രീൻസ് ആണ്. തുടങ്ങി വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ആയിരിക്കും. റോക്കറ്റ് പ്ലസ് എന്നാണ് ഇതിൻ്റെ പേര്. ഇതിനകത്ത് നമുക്ക് ഏതൊക്കെയാണ് NSE FOA എല്ലാം ഡൗൺലോഡിങ് വരും. എല്ലാ ദിവസവും അത് ഡൗൺലോഡായി എല്ലാം ചെയ്തിട്ടാണ് എൻട്രി എടുക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് അഥവാ ഇപ്പം ഞങ്ങളുടെ പോലെ തന്നെ സ്ക്രീൻ, ഇത് ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി, ഇത് മുഴുവൻ ഫുള്ളി കസ്റ്റമൈസബിളാണ്. ഈ ഓരോ പീസ് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് അഥവാ ഇപ്പം ഞങ്ങളുടെ പോലെ തന്നെ ഇരിക്കണം, ഞങ്ങളുടെ സിസ്റ്റം ആണെന്ന് വെച്ചാൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വരുമ്പോൾ ഇങ്ങനൊന്നും ആയിരിക്കത്തില്ല ഈ സിസ്റ്റം ഇരിക്കുക. കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റാണ്.
പിന്നെ ഞങ്ങൾ സെറ്റ് ചെയ്തെടുത്തതാണ് ഇങ്ങനത്തെ രീതിയിൽ. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ പോലെ തന്നെ ഇരിക്കണം എന്ന എളുപ്പം ഈസി വേ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ സെറ്റിങ്സ് ഒക്കെ ഫോളോ ചെയ്യാം. ഇതൊക്കെ ഓരോ ഇപ്പോൾ കണ്ടോ, ഇത് ഓപ്പൺ ഓർഡേഴ്സിൻ്റെ കോളം എങ്ങനെ ഇരിക്കണം എന്നുള്ളത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആഡ് ചെയ്യാൻ ഡിറ്റക്ട് ചെയ്യാൻ ചെയ്യുന്നതാണ്. അപ്പോൾ അത് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് ഈ സെയിം രീതിയിൽ നിങ്ങളുടെ സ്ക്രീനും ആക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട്സ് ഓൾറെഡി വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് അത് സെറ്റപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ ഇപ്പം ഇതെല്ലാം നമ്മൾ പറഞ്ഞു ഓൾറെഡി, നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടി, ഈ സ്ട്രക്ചർ എങ്ങനെ വർക്ക് ചെയ്യുന്നത്, എങ്ങനെ ട്രേഡ്സ് എടുക്കണം, നമ്മൾ എല്ലാം പറഞ്ഞിട്ടുണ്ട്. എവിടെ വെച്ച് ട്രേഡ്സ് എടുക്കണം, എത്രയ്ക്ക് പ്രോഫിറ്റ് സെറ്റ് ചെയ്യണം, ഏതാണ് സ്റ്റോപ്പ് ലോസ്, എന്തൊക്കെ ഡീറ്റെയിൽസ് നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൽ അപ്ഡേറ്റ്സ് തന്നുകൊണ്ടിരിക്കും, എല്ലാം പറഞ്ഞു. ഇനിയിപ്പോൾ നിങ്ങളൊരു പുതിയ ട്രേഡർ ആണെങ്കിൽ ട്രേഡ് ചെയ്യേണ്ടതിൻ്റെ എഫക്റ്റീവ് മെത്തേഡാണ് ഞാൻ പറയുന്നത്. അഥവാ ഇപ്പോൾ പുതിയ ട്രേഡർ അല്ല, നിങ്ങൾ ഞങ്ങളുടെ സിസ്റ്റം പുതിയതായിട്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു സിസ്റ്റം വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. ലൈക്ക് പേപ്പർ ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യുക. പേപ്പർ ട്രേഡിംഗ് നിങ്ങൾക്ക് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് പ്ലാറ്റ്ഫോമിൽ ഒന്നാണ് ലൈക്ക് ഫ്രണ്ട് പേജ്. ഫ്രണ്ട് പേജ് എന്ന് പറയുന്നത് അവർ ലൈക്ക് ഒരു ന്യൂസ് പ്ലാറ്റ്ഫോമാണ്. ലൈക്ക് നമുക്ക് റെഡിറ്റ് പോലൊക്കെ ഗ്രൂപ്പ് ഡിസ്കഷൻ എല്ലാം ഈ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് ഇൻട്രസ്റ്റ് ഉള്ള എല്ലാവരും കൂടെ ഡിസ്കഷൻസ്, ക്ലിയറിങ്, ക്വയറീസ് അങ്ങനെ എല്ലാം ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ കൂടെ ലൈക്ക് ഒരു പേപ്പർ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം കൂടെ അവർ ഇൻറ്റഗ്രേറ്റ് ചെയ്ത്, അപ്പോൾ നമുക്ക് അതിന് പേപ്പർ ട്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന ഏത് ഓപ്ഷൻ വാല്യൂ ആണെങ്കിലും, ഓപ്ഷൻ സെല്ലിംഗ് ആണെങ്കിലും, ഓപ്ഷൻ ബൈയിങ് ആണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതും ഇതിന് അവർ തരുന്നത് ഒരു 10 lakh ക്യാപിറ്റലാണ്. എത്രയാ? 10 lakh ക്യാപിറ്റൽ നിങ്ങൾക്ക് തരുന്നുണ്ട് അക്കൗണ്ടിൽ. ദിസ് ഈസ് നോട്ട് റിയൽ മണി, ഇത് ജസ്റ്റ് പേപ്പർ ട്രേഡിംഗ് ആണ്. അപ്പോൾ ഈ 10 lakh വെച്ച് നിങ്ങൾക്ക് ട്രേഡ്സ് എടുക്കാം. ഈ 10 lakh ഉണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ 10 lakhന് ട്രേഡ്സ് എടുത്ത് പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് എത്രയാണോ ഇടാൻ പ്ലാൻ, നാളെ നിങ്ങൾ ട്രേഡിംഗ് ആക്ച്വലി തുടങ്ങുമ്പോൾ എത്ര രൂപയ്ക്കാണോ ട്രേഡ് ചെയ്യുന്നത് അത്ര രൂപ ഉള്ള രീതിയിൽ നിങ്ങൾ യൂസ് ചെയ്താൽ മതി. ഈ 10 lakh ഡോണ്ട് കൺസിഡർ ദാറ്റ്. ബട്ട് യു ക്യാൻ ട്രൈ ഔട്ട് ദ സ്ട്രാറ്റജീസ്. ലൈക്ക് നിങ്ങൾക്ക് ഓപ്ഷൻ സെല്ലിംഗ് ഒന്ന് ട്രൈ ചെയ്യണമെങ്കിൽ 10 lakhs ഈസ് വെരി ഗുഡ്. നിങ്ങൾക്ക് ഒന്ന് ട്രൈ ഔട്ട് ചെയ്യാം നിങ്ങളുടെ സ്ട്രാറ്റജി ഓപ്ഷൻ സെല്ലിങ്ങിൽ എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യുന്നൊക്കെ. അപ്പോൾ ഇതിനകത്ത് നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു, അറിയാത്തവർ ബേസിക്സ് പഠിക്കുക. പിന്നെ സ്ട്രാറ്റജി ഏതാണോ നിങ്ങൾ ബിലീവ് ചെയ്യുന്ന എന്ത് സ്ട്രാറ്റജിയാണോ അത് സെലക്ട് ചെയ്യുക. ആ സ്ട്രാറ്റജിയിൽ നിങ്ങൾ ഡേ ഇൻ ഡേ ഔട്ട് ടൈം ഇട്ട് പഠിക്കണം, ഫുള്ള് പഠിക്കണം. അതിൻ്റെ ടോപ്പ് ടു ബോട്ടം പഠിച്ചാലേ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നിട്ട് നിങ്ങളത് ഒബ്സർവ് ചെയ്യുക. നിങ്ങൾ ട്രേഡ് എടുക്കരുത്, ജസ്റ്റ് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് വെച്ച് ഇങ്ങനെ അതിൻ്റെ ഫ്രണ്ടിൽ ഇരുന്ന് ആ ട്രേഡ്സ് നടക്കുന്ന രീതി മനസ്സിലാക്കുക. ഇപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ചാർട്ടുള്ള ട്രേഡ്സ് ഉപയോഗിക്കാം. അതല്ല നിങ്ങൾക്ക് ചാർട്ട് ഇല്ലാത്ത നമ്മുടെ ഈ സിസ്റ്റമാണ് താല്പര്യമെങ്കിൽ നിങ്ങൾ ഈ ബ്രോക്കറുമായിട്ട് അക്കൗണ്ട് തുറന്നതിന് ശേഷം നിങ്ങൾ ഈ HTS പ്ലാറ്റ്ഫോം എടുത്ത് വെച്ച് നിങ്ങൾക്ക് ട്രേഡ്സ് എടുക്കാം. അത് ഈ ബ്രോക്കറിൻ്റെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, ഇനിഷ്യലി നിങ്ങൾ ഈ ബ്രോക്കറിൻ്റെ അടുത്ത് ജോയിൻ ചെയ്യുമ്പം നിങ്ങൾക്ക് തരുന്ന അക്കൗണ്ട് ലൈക്ക് അവരുടെ വെബ് പ്ലാറ്റ്ഫോമിനുള്ളതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് HTS പ്ലാറ്റ്ഫോം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ റിക്വസ്റ്റ് ചെയ്യണം. ലൈക്ക് അവർക്ക് ഇമെയിൽ അയക്കണം, നമുക്ക് HTS പ്ലാറ്റ്ഫോമിലേക്കുള്ള ലോഗിൻ വേണമെന്ന്. അപ്പോൾ അവർ നിങ്ങൾക്ക് HTS പ്ലാറ്റ്ഫോമിലേക്കുള്ള ലോഗിൻ തരും. ഓക്കെ, അതൊന്ന്. എന്നിട്ട് പിന്നെ ഇത് ഒബ്സർവ് ചെയ്ത് ഒരു 4 days എങ്കിലും നിങ്ങൾ നിങ്ങളുടെ മാർക്കറ്റിൽ ഒബ്സർവ് ചെയ്യുക. എന്നിട്ട് പേപ്പർ ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾ ഇപ്പോൾ ആക്ച്വലി മാർക്കറ്റിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് ട്രേഡ് എടുത്തേനെ എന്നുള്ള രീതിയിൽ സ്ട്രാറ്റജി വെച്ച് ട്രേഡ്സ് എടുക്കുക. പിന്നെ അതിൻ്റെ ഫ്ലോസ് മനസ്സിലാക്കുക. എല്ലാ സിസ്റ്റത്തിനും കുറേയൊക്കെ ഡിഫിക്കൽട്ടീസ് നിങ്ങൾ ട്രേഡ് ചെയ്യുമ്പോൾ കാണും. ബിക്കോസ് ഈച്ച് ആൻഡ് എവരി പേഴ്സൺ ഈസ് ഡിഫറെൻറ്റ്. ഞാൻ ചിന്തിക്കുന്ന രീതിയിലല്ല നിങ്ങൾ ചിന്തിക്കുക. അപ്പം നിങ്ങൾ ചിന്തിക്കുന്ന രീതിയിൽ അത് എത്ര എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യും എന്നുള്ള ഫ്ലോസ് മനസ്സിലാക്കിയിട്ട് അതിനെ കൗണ്ടറാക്ട് ചെയ്ത് നിൽക്കുക, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുക, എന്താണ് അതിൻ്റെ ഇഷ്യൂസ് എന്നുള്ളത്. എന്നിട്ട് അത് റിപ്പീറ്റ് ചെയ്ത് കോൺഫിഡൻസ് ഉണ്ടാക്കുക. ദെൻ സ്റ്റാർട്ട് വിത്ത് ദ റിയൽ മണി. അത് കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം പൈസ വെച്ച് ട്രേഡ് ചെയ്ത് തുടങ്ങാം. ആൻഡ് ദ പ്രോഫിറ്റ്സ് വിൽ ബി ഓൾ യുവേഴ്സ്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ഒരു സിമ്പിൾ വേ ടു എഫക്റ്റീവ്ലി സ്റ്റാർട്ട് ട്രേഡിങ്. ഒരു പുതിയ ആൾ ട്രേഡ് ചെയ്ത് തുടങ്ങണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു പുതിയ സിസ്റ്റം ട്രേഡ് ചെയ്ത് തുടങ്ങണമെങ്കിലൊക്കെ നിങ്ങൾക്ക് ഒരു എഫക്റ്റീവ് വേ ഇതാണ് ചെയ്യുക. ഇനിയിപ്പോൾ നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തൊരു സംഭവമാണ് നമ്മുടെ ഈ ഗ്രൂപ്പിൽ നിന്ന് വന്നിട്ട് ലൈക്ക് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് മെൻറ്റർഷിപ്പ് പ്രോഗ്രാംസ് ഉണ്ടോ, നമ്മൾ ലൈക്ക് പഠിപ്പിക്കുന്നുണ്ടോ, ഇതിനെക്കുറിച്ച് ഒട്ടും ബേസ് ഇല്ല, ഒരുപാട് പേർക്ക് ഡൗട്ട്സ് ഉണ്ട് ഇതിനെക്കുറിച്ചെന്നൊക്കെ. അപ്പോൾ എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചു, മെൻറ്റർഷിപ്പ് പ്രോഗ്രാം ഉണ്ടോ, മെൻറ്റർഷിപ്പ് ചെയ്യാനുണ്ടോ, അല്ലെങ്കിൽ കോഴ്സസ് ഉണ്ടോ. നമുക്കിതൊന്നുമില്ല, കോഴ്സസും മെൻറ്റർഷിപ്പ് പ്രോഗ്രാം ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. പക്ഷേ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ അടുത്ത്, എന്താണ് ഇതിൻ്റെ ഡൗട്ട്സ് എന്ന് ചോദിച്ചിട്ട്. പലർക്കും ബേസ് പോലും ഇല്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഫുൾ ഓൺ ഹാൻഡ് ഹോൾഡിങ് വേണം എന്ന് ചിന്തിക്കുന്നവർക്ക് കോഴ്സസ് അല്ലെങ്കിൽ ഒരു മെൻറ്റർഷിപ്പ് എന്ന് പറയുന്നത് ഭയങ്കര ആവശ്യമാണ്. ബിക്കോസ് അവർക്ക് ഈ ഒരു ക്ലാസ്സിലൂടെ കാര്യങ്ങൾ മനസ്സിലായെന്ന് വരത്തില്ല. പക്ഷേ
നമുക്ക് ഒരു ട്രേഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ട്രേഡിങ്ങിനെ കുറിച്ച് പഠിക്കണം എന്ന് ആക്ച്വലി ആഗ്രഹമുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഇൻഫർമേഷൻ ഒത്തിരിയും നെറ്റിൽ അവൈലബിൾ ആണ്. നമുക്ക് നെറ്റിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് അടിപൊളി വീഡിയോസ് ഉണ്ട്, ബേസിക്സ് പഠിക്കാനെല്ലാം. എന്നിട്ട് പിന്നെ നമ്മുടെ ഈ റെക്കോർഡിങ്സ് കണ്ടാൽ തന്നെ നമ്മുടെ സിസ്റ്റം വർക്ക് ചെയ്യുന്ന രീതിയെല്ലാം മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾക്ക് ട്രേഡ്സ് എടുത്ത് തുടങ്ങാൻ പറ്റും. പക്ഷേ അഥവാ അതുപോലെ നിങ്ങൾക്ക് ഡിഫിക്കൽട്ടി ഉണ്ട്, നിങ്ങൾക്ക് ഇൻഡെപ്ത് മെൻറ്റർഷിപ്പ് വേണം, ആ ഒരു ബേസ് മുതൽ പഠിപ്പിക്കുന്ന സിസ്റ്റം വേണം, എന്നാലേ ഞങ്ങൾക്ക് ആ പഠിക്കാനുള്ള സിസ്റ്റം മനസ്സിലാവുന്നുള്ളൂ എന്നൊക്കെ ഡിഫിക്കൽട്ടി ഉള്ളവർക്ക് നമുക്കിപ്പോൾ ഒരു ക്ലാസ് എടുക്കുക എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് എഫേർട്ട് ഉണ്ട്. ലൈക്ക് നമ്മൾ എത്ര ടൈം എടുത്തിട്ട് വേണം പറയാൻ. അപ്പം ആ ഒരു ടൈം പീരീഡ് നിങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതുപോലെ ആൾക്കാർക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ചെയ്തിട്ട് കാര്യമുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ബേസ് മുതൽ പഠിപ്പിക്കുന്നത് വെറും വേസ്റ്റ് ആയി പോകും. അപ്പം നിങ്ങൾക്ക് അഥവാ അങ്ങനെ വേണം, അത്രയ്ക്ക് ആവശ്യത ഉണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ വാട്സാപ്പിൽ ജസ്റ്റ് മെസ്സേജ് അയയ്ക്കുക. പേഴ്സണലി നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. അപ്പം നിങ്ങൾക്കൊക്കെ ആവശ്യമുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പ്ലാൻ ചെയ്യാം. ലൈക്ക് നമുക്ക് വേണമെങ്കിൽ ഇൻഡെപ്ത് ആയിട്ട് ബേസ് മുതൽ ക്ലാസ്സസ് എടുക്കണം, അല്ലെങ്കിൽ ക്ലാസ്സസ് പഠിപ്പിക്കണം എന്ന് ലൈക്ക് നിങ്ങളുടെ റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ. അല്ലെങ്കിൽ മോർ ദാൻ ഇനഫ് ഇൻഫർമേഷൻ ട്രേഡിങ്ങിനെ കുറിച്ച് നെറ്റിലുണ്ട്. അതിലേറെ നമ്മളിപ്പോൾ നമ്മുടെ സിസ്റ്റത്തിനെ കുറിച്ച് നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ലെവൽസ് എല്ലാം വാട്സാപ്പിൽ കിട്ടും. അപ്പോൾ വാട്സാപ്പിലെ ലെവൽസ് ഇത് വെച്ച് നിങ്ങൾക്ക് ട്രേഡ്സ് എടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഓക്കെ, നമ്മുടെ മെൻറ്റർഷിപ്പ് വേണം അല്ലെങ്കിൽ ആ ബേസിക്സ് പഠിക്കണം എന്ന് താല്പര്യമുള്ളവർ, ഡൗട്ട്സ് ഉള്ളവർ നിങ്ങൾ മെസ്സേജ് ചെയ്യുക. നമുക്ക് നോക്കാം ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റുമോ. ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ നമുക്ക് എക്സ്ട്രാ ക്ലാസ്സസ് ഒക്കെ എടുത്ത് കഴിഞ്ഞാൽ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ പറ്റുമോ. ബിക്കോസ് ഐ വോണ്ട് ടു റിയലി ഹെൽപ്പ് യു ഗൈസ്. നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക എന്നൊരൊറ്റ എയിമാണ് ഈ ഒരു സിസ്റ്റം കൊണ്ടുവരുന്നതിലൂടെ. ലൈക്ക് ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ ഫ്രണ്ട്സ് തന്നെ ഒരുപാട് പേര് ട്രേഡ്സ് എടുത്തിട്ട് ദേ ആർ ഗോയിങ് ഇൻ ലോസ്. അവർ അവസാനം ക്യാപിറ്റൽ വൈപ്പ് ഔട്ട് ആയിട്ട് പോകുന്ന കാണുമ്പോൾ വിഷമം തോന്നും. നമ്മൾ ഇത്രയൊക്കെ ആഗ്രഹിച്ചൊരു ട്രേഡിങ് ചെയ്യാൻ വന്നിട്ട് അവസാനം പ്രോഫിറ്റ് ഇട്ട് ഉണ്ടാക്കിയില്ലെന്ന് മാത്രമല്ല ഉള്ള ക്യാപിറ്റൽ പോയി എന്നോടാവുമ്പോഴോ. അപ്പോൾ ആ ഒരു ലൈക്ക് സാഡ് സിറ്റുവേഷൻ വരാണ്ടിരിക്കാനാണ് ലൈക്ക് ഈ ഒരു സംഭവം എനിക്ക് എഫക്റ്റീവ്ലി വർക്ക് ചെയ്യുന്നുണ്ട്. എന്നാൽ പിന്നെ അത് കുറേ പേരെയും കൂടെ ഹെൽപ്പ് ചെയ്യാൻ ട്രൈ ചെയ്യാം എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ നമ്മൾ ഈ ഒരു ടീച്ചിങ് സ്റ്റാർട്ട് ചെയ്തത്. ബട്ട് എനിക്ക് ഒത്തിരി ഹാപ്പിനെസ് ഉണ്ട് നിങ്ങൾ എല്ലാവരും വന്നതിൽ, നിങ്ങൾക്കൊക്കെ ഈ സിസ്റ്റം പഠിക്കണമെന്ന് കാണിച്ചതിൽ. സോ ലെറ്റ് സി ഹൗ ഇറ്റ് ഗോസ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ സെഷൻ ഏതാണ്ട് തീരാറായി. അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഉള്ള ഡൗട്ട്സ് ആണ് എനിക്ക് ക്ലിയർ ചെയ്യേണ്ടത്. ബിക്കോസ് ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് അയച്ചായിരുന്നു ഡൗട്ട്സിനെ കുറിച്ച് ചോദിക്കുമ്പം. അപ്പോൾ എനിക്ക് അതിനിടയ്ക്ക് വെച്ച് മെസ്സേജ് അയക്കാനായിട്ട് റിപ്ലൈ തരാനായിട്ടൊക്കെ ഡിഫിക്കൽട്ടി വരുമ്പം നമുക്ക് പല കാര്യങ്ങൾ വാട്സാപ്പിൽ ചോദിക്കുന്നത് പോലും എനിക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റാറില്ല. എന്നുവെച്ചാൽ നമ്മൾ ആ വാട്സാപ്പിൽ ആ സമയത്ത് ഓരോരുത്തർക്കായിട്ട് മെസ്സേജ് കൊടുക്കണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇവിടെ വെച്ച് ഇപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് തരാം. വോയിസ് ഓൺ ആക്കിയിട്ട് ഡൗട്ട് ചോദിച്ചോളൂ കേട്ടോ. അപ്പം നമുക്ക് എഫക്റ്റീവ്ലി നിങ്ങൾക്ക് എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. നമ്മളപ്പോ ഒരു ദിവസം എത്ര ട്രേഡ് വരെ എടുക്കും? ഇപ്പം ഞങ്ങളുടെ ഈ സിസ്റ്റത്തിൽ നമുക്ക് ട്രേഡ്സ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 15 to 20 ട്രേഡ്സ് വരെയൊക്കെ നമുക്ക് ഒരു ഡേയിൽ എടുക്കാറുണ്ട് ഈസി ആയിട്ട്. നമുക്ക് ആ അത്രയ്ക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് മാർക്കറ്റ് കിട്ടും. ലൈക്ക് നിങ്ങൾ ആ രീതിയിൽ നമ്മുടെ ഈ സിസ്റ്റം എഫക്റ്റീവ്ലി ഫോളോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ എളുപ്പമായിട്ട് നമുക്ക് അതിനുള്ള എൻട്രി കിട്ടും. ഞാനിപ്പോൾ തന്നെ പറഞ്ഞല്ലോ, ഒരു ടൈം 136 പോയി, 131 വന്നു. ലൈക്ക് അത് 136 നിങ്ങൾ വാങ്ങിച്ചു, 141 വിറ്റു. പിന്നെയും 136 നമ്മൾ നെക്സ്റ്റ് എൻട്രി എടുക്കുക. ബിക്കോസ് മാർക്കറ്റ് കണ്ടീഷൻ മാറിയിട്ടില്ലെങ്കിൽ അത് തന്നെ ഒന്ന് ചെറിയ ഫ്ലക്ച്വേഷനിൽ ഇങ്ങനെ വന്ന് ആ 136 നമുക്ക് എൻട്രി എടുക്കാൻ പറ്റും, 141 പിന്നെയും വിൽക്കാൻ പറ്റും. ആ ഒരു റേഞ്ചിൽ തന്നെ ഒരുപാട് ടൈം കിടന്ന് കളിക്കും എല്ലാ ടൈമിലും മാർക്കറ്റ്. അങ്ങനെയാണ് ആ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഈ ടെർമിനൽ ഓപ്പൺ ചെയ്ത് വെച്ചിരുന്ന് നോക്ക് അതിൻ്റെ LTP മാറുന്ന രീതി എങ്ങനെയാണെന്ന്. ഈ ഓരോ ഓപ്ഷൻ പ്രൈസസിൻ്റെ LTP മാറുന്ന എങ്ങനെ നോക്കും നിങ്ങൾക്ക് കാണാൻ പറ്റും. 5 rupees പ്രോഫിറ്റ് ഇങ്ങനെ വന്നും പോയിരിക്കുന്ന എത്ര പ്രാവശ്യമെന്ന് എനിക്കറിയാം. ഞാൻ പോലും ആദ്യം ഈ സിസ്റ്റം ആരുടെ അടുത്ത് പറയുമ്പോഴും എല്ലാവരുടെയും ഫസ്റ്റ് ഡൗട്ട് ഇതിന് മാത്രം എൻട്രി ഓപ്പർച്യൂണിറ്റീസ് ഒരു മാർക്കറ്റിൽ ഒരു ഡേ കിട്ടുമോ എന്നുള്ളതാണ്. എന്നുവെച്ചാൽ നമ്മളൊക്കെ എത്ര ഡിഫിക്കൽട്ടി എടുത്താൽ ഒരു എൻട്രി എടുക്കുന്നത്. പക്ഷെ അത് നമ്മൾ ചാർട്ട് നോക്കി എടുക്കുന്നുണ്ട്. നമ്മൾ ചാർട്ട് നോക്കി എടുക്കുമ്പോൾ നമുക്കൊരു എൻട്രി കിട്ടാൻ നമ്മൾ ഒത്തിരി റെസിസ്റ്റീവാണ്. പക്ഷേ ഇത് ചാർട്ടില്ലാണ്ടിരിക്കുന്നുണ്ട് എന്താ കാണുന്നതും നമ്മൾ നമ്മുടെ സിസ്റ്റം എല്ലാം വർക്കൗട്ടായി ഓക്കെ ഡൺ എൻട്രി എടുക്കുക. നമ്മൾ വി ആർ അഗ്രസീവ്. നമ്മൾ ആ എൻട്രി എടുത്ത് അങ്ങ് മുന്നോട്ട് മൂവ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് 15 to 20 എൻട്രി പോയിന്റ്സ് ഒക്കെ ഈസി ആയിട്ട് എവറി ഡേ കിട്ടും. അതിൽ കൂടുതൽ കിട്ടും. ഇഫ് യു ജസ്റ്റ് വോണ്ട് ടു ഗോ വെരി അഗ്രസീവ് നിങ്ങൾക്ക് അതിന് കൂടുതൽ ഓപ്പർച്യൂണിറ്റി കിട്ടും. ബട്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല.
നമ്മൾ ഓവർ ട്രേഡ് ചെയ്യാൻ പാടില്ല. അത് ഞാൻ എപ്പോഴും പറയുന്നതാണ്. ലൈക്ക് നമ്മൾ ഒത്തിരി ഓവർ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രോഫിറ്റിനെ അത് ലോസിലോട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ എപ്പോഴും എന്താ ചെയ്യേണ്ടത്, നമ്മൾ ആ ഒരു പ്രോഫിറ്റ് എടുത്ത് നമ്മുടെ ഒരു റേഞ്ച്, ഇപ്പം ഞാൻ 1 lakh ഇട്ടു, ഞാൻ ആഗ്രഹിക്കുന്ന ഒരു 3 to 5% ആണെങ്കിൽ ഒരു 3 to 5% പ്രോഫിറ്റ് ആയി കഴിയുമ്പം സ്റ്റോപ്പ്. ആ ഒരു ഡേയിൽ ഓക്കെ, നല്ല കാര്യം എന്ന് വിചാരിച്ച് നമ്മൾ ട്രേഡ് സ്റ്റോപ്പ് ചെയ്ത് നല്ല വല്ല എവിടെയെങ്കിലും പോയി ഫുഡൊക്കെ കഴിക്കുകയോ ഒക്കെ ചെയ്യുക. അല്ലാണ്ട് നമ്മൾ പിന്നെ ട്രേഡിങ്ങിൽ ഇരിക്കരുത്. ബിക്കോസ് നമ്മുടെ ലോസ് ആവാനുള്ള ചാൻസും ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഓവർ ട്രേഡ് ചെയ്യുമ്പോൾ ആ ഒരു ഇഷ്യൂ വരും. ബ്രോ നമുക്ക് നിഫ്റ്റി ചെയ്യാൻ പാടില്ല, ബാങ്ക് നിഫ്റ്റി മാത്രമേ ഉള്ളൂ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ? ഞങ്ങൾ ഈ ചെയ്യുന്നത് ബാങ്ക് നിഫ്റ്റിയാണ്. ബിക്കോസ് നമ്മൾ കൂടുതൽ ബാങ്ക്സ് ആണ് കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിട്ട് നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റുന്നത്. നിഫ്റ്റിയിലും ചെയ്യാൻ പറ്റും. നിങ്ങൾ അതിൻ്റെ ഏറ്റവും ഹയസ്റ്റ് പവർ സെയിം ടൈം ഇക്വിറ്റിയിലും നമുക്ക് ഇക്വിറ്റി ഒക്കെ നമുക്ക് പാടെന്ന് പറഞ്ഞാൽ ഇതിന്റെ മാർക്കറ്റ് സെന്റിമെന്റ് മനസ്സിലാക്കുക എന്ന് പറയുന്ന പാർട്ടാണ് ഡിഫിക്കൽട്ടി. ഇപ്പൊ ഞങ്ങൾ ഓക്കെ. നിങ്ങൾക്ക് ലെവൽസ് തരുമെന്ന് പറയുന്നുണ്ട് വാട്സാപ്പിൽ. അപ്പൊ ഈ ലെവൽസ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന നമ്മൾ ഈ ബിഗ് ഫോർ ബാങ്ക്സും അതിന്റെ അണ്ടർലൈൻ വാല്യൂസിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഓക്കെ ഈ ലെവൽസിൽ ഈ മാർക്കറ്റ് നിൽക്കും എന്ന് പറയാൻ പറ്റുന്നത്. അപ്പം നമുക്ക് അങ്ങനെ വേണമെങ്കിൽ നിഫ്റ്റിയും ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ നിഫ്റ്റി കുറച്ചും കൂടെ മൂവ്മെന്റ് ലൈക്ക് കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് ബാങ്ക് നിഫ്റ്റിയിലായതുകൊണ്ട്. ആൻഡ് ബാങ്ക് വീക്ക്ലി നിഫ്റ്റി മന്ത്ലി എക്സ്പയർ ചെയ്താണല്ലേ? മന്ത്ലി എക്സ്പയറി ആയതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെ നല്ല ചാൻസ് കിട്ടും. ലൈക്ക് ആ ഓപ്ഷൻ തീറ്റ ഡി കെ ഉണ്ടാവില്ല. മറ്റേത് ഭയങ്കരമായിട്ട് ആൻഡ് ടൈം കിട്ടില്ല. ഒരു ഡൗട്ടും കൂടെ ഉള്ളത്, നമ്മൾ എ ടി എം ഏത് സ്ട്രൈക്ക് ലെവൽസ് ഏതാ? നമ്മുടെ എ ടി എം ആണോ അല്ലെങ്കിൽ ഔട്ട് ഓഫ് ദ മണി ആണോ, ഏതാ നമ്മൾ എപ്പോഴും ചൂസ് ചെയ്യുന്നത്? എ ടി എമ്മിലാണോ? സ്ട്രൈക്ക് പ്രൈസ് ഏതാ എടുക്കണ്ടേന്നല്ലേ? അത് അതെ, മെയിൻലി ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ആ ഒരു റേഞ്ച് മൂവ്മെന്റ് കൂടുതലുള്ളത്. 48,700 ഇപ്പം മാർക്കറ്റ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ നമ്മൾ അതിന് മേളിലോട്ടും താഴോട്ടുള്ള രണ്ടും ആഡ് ചെയ്ത് നമ്മുടെ ഇതിനകത്ത് ഇടും. നമുക്കപ്പോൾ അതിനകത്ത് ഇത് രണ്ടും ഉണ്ടാവും, പുട്ട് ഓപ്ഷനും കോൾ ഓപ്ഷനും എല്ലാം. എന്നിട്ട് നമ്മൾ ഓക്കെ. ഫോക്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു പ്രൈസ് റേഞ്ച് ആണ്. ഒരു 200 റുപ്പീസ് റേഞ്ചിൽ നമ്മൾ ഏതാണോ നിൽക്കുന്നത്, ലൈക്ക് കറണ്ട് പ്രൈസിൽ നിൽക്കുന്നത്, അതാണ് നമ്മൾ ചൂസ് ചെയ്യുക. 200 റുപ്പീസ്, 215, 220 ആ റേഞ്ച്. അപ്പൊ ഓക്കെ. ചിലപ്പോൾ ആ സ്ട്രൈക്ക് പ്രൈസ് മാറും. ആ സെയിം ഡേയിൽ തന്നെ സ്ട്രൈക്ക് പ്രൈസ് മാറും. ചിലപ്പോൾ അങ്ങ് പ്രൈസ് അത് ചിലപ്പോൾ അങ്ങ് ഹൈ ആയിട്ട് ഇടിച്ച് കയറിപ്പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ രാവിലെ എടുത്ത ട്രേഡിന്റെ സ്ട്രൈക്ക് പ്രൈസ് ഇപ്പോൾ 48,300 ആണെങ്കിൽ ഇപ്പൊ അതിന് ചിലപ്പോൾ 300 റുപ്പീസ് കടന്നു കാണും. അപ്പൊ നമ്മൾ പിന്നെ അതങ്ങ് വിട്ടിട്ട് നമ്മൾ അതിനടിയിലുള്ള അടുത്ത സ്ട്രൈക്ക് പ്രൈസ് വേറെ എടുക്കും. ആ രീതി വർക്ക് ചെയ്താൽ മതി. ഓക്കെ. അത് അവരവരുടെ ബഡ്ജറ്റ്. ഇപ്പൊ നിങ്ങൾക്ക് കുറച്ച് ബഡ്ജറ്റ് കുറവുള്ളവരാണെങ്കിൽ ഒരു 150 റുപ്പീസ് റേഞ്ചിലൊക്കെ എടുത്താൽ മതി. ഞാനൊരു 220 റുപ്പീസ് റേഞ്ച് എടുക്കുക. ഓക്കെ. അതുപോലെ ഒരു റിക്വസ്റ്റ് കൂടെയാണ് ബ്രോ, ഇത് നമ്മുടെ ഒരു ലൈവ് റെക്കോർഡിംഗ് വീഡിയോ ചെയ്ത് കാര്യം, അത് എങ്ങനെയാണ് ഇതിനകത്ത് നമ്മൾ കോൾ എടുക്കുന്നത്, അല്ലെങ്കിൽ ഐ മീൻ ബൈ സെൽ, ഓക്കെ, ലൈവ് ഈ മാർക്കറ്റ് ആയിട്ട് ഫോട്ടോ. അല്ലേ? അതെ, ഈ ഫോട്ടോസ് ആക്ച്വലി എത്ര എഫക്റ്റീവ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, പക്ഷെ നമുക്കത് കൂടുതൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യില്ല. അപ്പൊ ഒരു വീഡിയോ ലൈറ്റ് ഇതെങ്ങനെയാണ് ലൈവിൽ ചെയ്യുന്നതെന്ന്. ഓക്കെ, ഞാനത് വിചാരിക്കുന്നുണ്ട് ഒരു ഡേയിൽ ലൈക്ക് നമുക്ക് ലൈവായിട്ടുള്ള സെഷൻ ഞാനിരുന്ന് സംസാരിച്ച് റെക്കോർഡിങ് ചെയ്തിട്ട് റെക്കോർഡ് ചെയ്താലും മതി. ബിക്കോസ് ലൈവ് ക്ലാസ് എടുക്കുമ്പം നമുക്ക് ലൈക്ക് കമ്പ്യൂട്ടറിനെ ഒത്തിരി അത് ഇത് ചെയ്യുന്നുണ്ട്. ലൈക്ക് നല്ല പവർഫുൾ മെഷീൻ മനസ്സിലായി. ആണെങ്കിലും ഇന്ന് തന്നെ എൻ്റെ കമ്പ്യൂട്ടർ ഭയങ്കരമായിട്ട് ഇതാവുന്നുണ്ട്. നമുക്ക് ഇത്രയും ഹെവി ആയിട്ട് ലോഡ് വരുമ്പം ട്രേഡിങ് തന്നെ കുറെ പവർ എടുക്കുമല്ലോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് അതിന്റെ റെക്കോർഡിങ്സ് ഞാൻ ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് ഇട്ടുതരാം. ബ്രോ റെക്കോർഡ് ചെയ്തിട്ട് വാട്സപ്പിൽ ചെയ്താൽ മതി, അതാകുമ്പോൾ ഞങ്ങൾക്ക് പിന്നെ വാച്ച് ചെയ്യാമല്ലോ. ഓക്കെ, അത് നമുക്കതനുസരിച്ച് നോക്കാം. ഞാനത് താങ്ക് യു അപ്കമിങ് ഡേയ്സിൽ പ്ലാൻ ചെയ്യാം. താങ്ക് യു. ഓക്കെ. സാധാരണ ചെയ്തിരിക്കുന്നത് പ്രൈസ് ആക്ഷനിലും പിന്നെ SMC ITC പഠിച്ചിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2 വർഷം കൊണ്ട് ഞാൻ ട്രേഡിങ്ങിലുണ്ട്. അപ്പൊ ഇതൊരു പുതിയൊരു കോൺസെപ്റ്റ് ആയതുകൊണ്ട് ഞാൻ ഇതിലോട്ട് വന്നതാണ്. അപ്പൊ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഇത്. പക്ഷെ എനിക്ക് നമ്മൾ ഈ ആദ്യം ഈ പ്രൈസ് ആക്ഷൻ ഒക്കെ പഠിക്കുമ്പോൾ ഉള്ള ഒരു ഭയങ്കരമായിട്ട് ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്, എന്താണ് പഠിച്ചെടുക്കാൻ വേണ്ടിട്ട്. എനിക്ക് പെട്ടെന്ന് അങ്ങ് മനസ്സിലാവണില്ല, അത് ഞാൻ തുറന്നു പറയാം. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ മാഷ് പറഞ്ഞ പോലെ നമുക്ക് നമ്മുടെ ക്യാൻഡിൽ സ്റ്റിക്കും പിന്നെ അതിന്റെ പാറ്റേൺസും അതൊന്നും നമുക്ക് നോക്കണ്ട. പിന്നെ നമുക്ക് സൈക്കോളജിയിൽ ഒരുപാട് ഫ്രീ ആയിട്ടിരിക്കാൻ പറ്റും എന്നുള്ളത് അതിന്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നുന്നുണ്ട്. പിന്നെ ബ്രോ പറഞ്ഞ പോലെ ഈ നമുക്ക് ഒരുപാട് ട്രേഡ് എടുക്കാൻ പറ്റും. നമുക്ക് എല്ലാ ട്രേഡും എല്ലാ സമയത്തും നമുക്ക് ചാർട്ട് നോക്കിയിരുന്ന് എടുക്കാൻ പറ്റത്തില്ലല്ലോ. എല്ലായിടത്തും നമുക്ക് ഇവിടെ പ്രശ്നമുണ്ടോ, ഇവിടെ പ്രശ്നമുണ്ടോ, അവിടെ പ്രശ്നമുണ്ടോ തോന്നിക്കൊണ്ടിരിക്കുക ആ സമയത്ത്. ഞാനിപ്പോ ഒരു ബൈ മോഡിലാണ് രാവിലെ ഇരിക്കുന്നതെങ്കിൽ ഇത് സെല്ലിങ്ങിനും ഒരു മോഡ് ഉണ്ടല്ലോ, ബൈങ്ങിനും ഉണ്ടല്ലോ. അപ്പൊ രണ്ടിനും ഒരു കൺഫ്യൂഷൻ ആയിട്ട് ഏതാണ് മെയിൻ നോക്കിയിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ എനിക്ക്
അപ്പൊ അങ്ങനെയാണ് എന്റെ ഒരു ജേണി. അങ്ങനെയാണ് ഇതുവരെ 2 വർഷം കൊണ്ട് ഞാൻ അങ്ങനെ ജേണി ചെയ്യുന്ന ആളാണ്. പ്രോഫിറ്റ് ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ സൈക്കോളജി ഇത് ഭയങ്കര പ്രശ്നമാണ്. ചില ദിവസങ്ങളിൽ നമ്മൾ മാർക്കറ്റിൽ നല്ല പ്രോഫിറ്റ് എടുക്കാൻ പറ്റും, ചില ദിവസങ്ങളിൽ ഇതുപോലെ ലോസ് എടുക്കാൻ പറ്റും. ഓക്കെ. ഇതിൽ ഞാൻ നമുക്ക് ഈ നമ്മുടെ ബ്രോക്കറേജിൽ തന്നെ നമ്മുടെ ഈ ഓപ്പൺ ചെയിൻ വെച്ചിട്ട് ഇതിനെ നമുക്ക് എന്തെങ്കിലും ഇൻക്ലൂഡ് ചെയ്ത് ആഡ് ചെയ്ത് നമുക്ക് ഇതുമായിട്ട് കൊണ്ടുവരാൻ പറ്റുമോ എന്നാണ്. അപ്പൊ എന്താ ബ്രോ പറയുന്നത്? ലൈക്ക് നിങ്ങളുടെ സെയിം ബ്രോക്കർ യൂസ് ചെയ്യാൻ വേണ്ടിട്ടാ? ആ ബ്രോക്കറിനകത്ത് ഇത് യൂസ് ചെയ്യാൻ വേണ്ടിട്ടാ? അല്ല, അങ്ങനെ അതിനെ യൂസ് ചെയ്യണമെന്നുള്ളതല്ല. ഈ ബ്രോക്കർ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമൊന്നുമില്ല, നമ്മൾ യൂസ് ചെയ്യാം. അല്ല, ഞാൻ ചോദിക്കുന്നത് നമ്മൾ ഈ സ്ക്രീൻ കണ്ടപ്പോഴേ നമുക്ക് സാധാരണ ഓപ്പൺ ചെയിൻ കാണൂല. നമ്മുടെ ഓപ്പൺ ചെയിനെ കാണുന്ന ആക്ച്വലി ഒരു ഓപ്പൺ ചെയിൻ പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഓപ്പൺ ചെയിനകത്ത് ചാർട്ട് ഇല്ലല്ലോ. നമ്മൾ ജസ്റ്റ് ആ ഒരു സ്ട്രൈക്ക് പ്രൈസസ് വെച്ച് കാണുന്നതുകൊണ്ടാണ് ആ ഒരു ഫീൽ വരുന്നത്. പക്ഷെ ഇവിടെ ആക്ച്വലി ഓപ്പൺ ചെയിൻ പോലെ അല്ലാത്തതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഇത് മുഴുവൻ ഞാൻ ഇടുന്ന പ്രൈസസാ, ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതായോണ്ട് നമുക്ക് ആ ആക്ച്വൽ ആവശ്യമുള്ളത് മാത്രമേ നമ്മളിവിടെ കാണുന്നുള്ളൂ. ഓപ്പൺ ചെയിൻ്റെ അകത്ത് നമ്മൾ ജസ്റ്റ് ഒരു പോയിന്റ് നോക്കാനായിരിക്കും നമ്മളവിടെ കയറുക. പക്ഷേ ഈ സംഭവം ഇതിനകത്ത് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം സിസ്റ്റത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നമുക്കിപ്പോൾ ഈവൻ ചാർട്ടുള്ള സിസ്റ്റത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ആ ഒരു ₹5 പ്രോഫിറ്റ് കോൺസെപ്റ്റിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുക. നമ്മൾ ആ ഒരു ATP എടുത്തിട്ട് ATPക്ക് മുകളിൽ പ്രൈസസ് നിൽക്കുമ്പം ഒരു ₹5 പ്രോഫിറ്റിൽ നിങ്ങൾ പ്രോഫിറ്റ് എൻട്രി എടുത്ത് എക്സിറ്റ് എടുത്ത് മാറുക. പക്ഷേ എനിക്കിവിടെ സജസ്റ്റ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഇത് ഒത്തിരി ക്ലട്ടർ ഉണ്ട്. അപ്പം നമുക്ക് ആ ചാർട്ട് അതിനിടയ്ക്ക് നിൽക്കുമ്പം നമ്മുടെ മൈൻഡ് എപ്പോഴും ആ ചാർട്ടിനെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കും, നമ്മൾ ആ പ്രൈസിനെ ഫോക്കസ് നോക്കാൻ തോന്നും. എന്നുവെച്ചാൽ പ്രൈസ് അവിടെ കുഞ്ഞതായിട്ടല്ലേ എഴുതുന്നേ, ആ ഒരു ചാർട്ടിന്റെ അറ്റത്തൊരു ചെറിയ നമ്പറാ പ്രൈസ്. പക്ഷെ വേറെ ഡിസ്ട്രാക്ഷൻ ഇല്ല, നമ്മൾ ആകെ പ്രൈസാണ് നമ്മുടെ കണ്ണില്. ഞാൻ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നത്, ഇപ്പൊ ഞാൻ ഈ 168 എടുക്കാൻ നിൽക്കുന്ന ആളാണെങ്കിൽ ഞാൻ ഫുൾ ടൈം 168 നോക്കിക്കൊണ്ട് നിൽക്കുക. 168 165 ആയെന്ന് കാണുന്നത് ഞാൻ ഓണായി നെക്സ്റ്റ്. അത് നമ്മൾ അടുത്ത എൻട്രി എടുക്കുക, സെൽ ഓർഡർ എക്സിക്യൂട്ട് ആയോ എന്ന് വെയിറ്റ് ചെയ്തിരിക്കുക, എക്സിക്യൂട്ട് ആയി അങ്ങനെ. അപ്പം നമുക്ക് ഇവിടെ നമ്മൾ ഓർഡർ ഇട്ട് കഴിയുമ്പോൾ ഇവിടെ വരും പുതിയ ഓർഡേഴ്സ്. അപ്പം നമ്മൾ ഓർഡർ അടിച്ചു പോയി കഴിയുമ്പോൾ കംപ്ലീറ്റഡ് ആവും, ഇവിടെ കംപ്ലീറ്റഡിനകത്ത് വരും. അപ്പം ഇതെല്ലാം കംപ്ലീറ്റഡ് ഓർഡർ. അന്നത്തെ ഡേയിലെ ഓർഡേഴ്സ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 166 ഞാൻ എടുത്തു, 171 വിറ്റു, 170 ഇത് അടിയിലോട്ടും ഉണ്ട്. അപ്പോൾ 176 എടുത്തു, 181 വിറ്റു, 176 എടുത്തു, 176 വിറ്റു. ചില സമയം നമുക്ക് മാർക്കറ്റ് ഇഷ്യൂ വരുമ്പോഴൊക്കെ ഞാൻ നോക്കിയാണ് 166 എടുത്തു, 171 വിറ്റു. ഈ രീതിയിലാണ് നമ്മുടെ ചാർട്ട് നിൽക്കുന്നത്. ചില സമയം നമുക്ക് അഥവാ ഇപ്പം മാർക്കറ്റ് നമുക്ക് ഫേവറബിൾ അല്ലാന്ന് തോന്നിയാൽ അന്നേരം നമ്മൾ നോ പ്രോഫിറ്റ് നോ ലോസിലൊക്കെ കട്ട് ചെയ്യും. എന്ന് വെച്ചാൽ നമുക്ക് മാർക്കറ്റ് ഓൾമോസ്റ്റ് എല്ലാ സമയവും ഇങ്ങനെ മേളിലോട്ട് ഇപ്പം താഴോട്ട് വന്നാൽ പോലും നമ്മളെ ഒന്ന് പേടിപ്പിച്ചിട്ട് അത് തിരിച്ചു കയറും. ആ തിരിച്ചു കയറുമ്പോൾ നമ്മൾ ആ എൻട്രി എടുത്ത പ്രൈസ് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് നോ പ്രോഫിറ്റ് നോ ലോസിൽ വിൽക്കാം. അഥവാ നമുക്ക് ആ ഒരു മൈൻഡിൽ അന്ന് തോന്നുക ശരിയല്ല ഞാൻ എടുത്ത ട്രേഡെന്ന് തോന്നി അങ്ങനെ വിൽക്കാം. അതല്ലെങ്കിൽ വെയിറ്റ് ചെയ്താൽ മതി. അത് തിരിച്ചൊന്ന് ജസ്റ്റ് ആ ഒരു മാർക്കറ്റിനൊരു ഫ്ലക്ച്വേഷൻ ഉണ്ടല്ലോ, ആ ഫ്ലക്ച്വേഷൻ ഒന്ന് വന്ന് കയറി പോകാനുള്ള ടൈമേ ഉള്ളൂ. നമ്മൾ ഇത്ര ചെറിയ ടൈം ഫ്രെയിം അല്ലേ നോക്കുന്നത്. ഇപ്പം നിങ്ങളൊക്കെ നോർമലി ട്രേഡ് ചെയ്യുമ്പോൾ എത്ര മിനിറ്റാണ് നോക്കുക? 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് ഒക്കെ ആയിരിക്കും നോക്കുന്നത്. ഇവിടെ നമ്മൾ നോക്കുന്നത് ലൈവാ, ഒരു സെക്കൻഡ് പോലും ഗ്യാപ്പ് ഇല്ലാണ്ട് നോക്കുക. അന്നേരം അതിനാ ഒരു ചെറിയൊരു ഗ്യാപ്പ് നമ്മൾ കൊടുക്കണം മെന്റലി അതിന് വെയിറ്റ് ചെയ്യാൻ. അല്ല, ഞാൻ അത് ചെയ്യുന്നോണ്ടാണെന്ന് അറിയില്ല. എനിക്ക് ഇത് ഉൾക്കൊള്ളാൻ പറ്റുന്ന വെച്ചാൽ നമ്മളിപ്പോ ഇത് നിൽക്കുമ്പോൾ നമ്മൾ 5 മിനിറ്റിൽ നമ്മൾ ഒരു വലിയ ഫുൾ ബാക്ക് അടിച്ചിട്ട് ഒരു ക്യാൻഡിലൊക്കെ പെട്ടെന്ന് ഇങ്ങനെ വരുമല്ലോ, അതെങ്ങനെ മാനേജ് ചെയ്യുമെന്നുള്ളതിലൊരു ഡൗട്ട് ആയിരുന്നു. നമ്മളിപ്പോ ഇപ്പൊ മാഷ് പറഞ്ഞ പോലെ ഈ ഇതിൽ നോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ. അപ്പോൾ ഞാനൊരു 200 ഞാനൊരു എൻട്രി എടുക്കുകയാണ്. അപ്പൊ എൻട്രി എടുക്കുമ്പോ ഞാൻ ചിന്തിക്കുന്ന പ്രശ്നമാണെന്ന് അറിയില്ല. ഇപ്പൊ നമ്മള് ഇങ്ങനെ ത്രോട്ടിൽ ഇപ്പൊ നമ്മൾ ആലോചിക്കണം, അപ്പോഴതൊരു വലിയൊരു മൂവ്മെന്റ് ആണ്. അതൊരു പ്രൈസ് ആക്ഷനിൽ വന്നിട്ട് ഒരു വലിയ മൂവ്മെന്റിൽ ഒരു ക്യാൻഡിലാണ് അടിക്കുന്നതെങ്കിൽ എന്ത് പറ്റുമായിരിക്കും എന്നൊരു ക്യൂരിയോസിറ്റി തോന്നുന്നുണ്ട്. അതാണ് ചിന്തിക്കുന്നത്. അതിന്റെ പിന്നിൽ അതിന്റെ വലിയ എന്തോ ഒരു മൂവ്മെന്റ് ഉണ്ട്, അത് നമ്മളെ ഇവിടെ അറിയുന്നില്ല ഇത് ചെയ്യുമ്പോഴെന്നുള്ള രീതിയിലായിരിക്കും അല്ലേ? അതെ. ഇപ്പൊ ഞാനിപ്പോ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്. ഇപ്പൊ മാഷ് പറഞ്ഞ പോലെ ഇതിങ്ങനെ സ്ക്രീൻ എടുത്തിട്ട് ഞാൻ 200 ഞാനൊരു ബൈ ഓർഡർ എടുക്കുകയാണ്. ബൈ എടുത്തിട്ട് ഈ പ്രൈസിന് ഒരു 5 പോയിന്റ് കിട്ടാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാണ്. ഓക്കെ. അപ്പോ നമ്മൾ ഈ സ്ട്രൈക്ക് പ്രൈസിൽ പെട്ടെന്നൊരു ഹ്യൂജ് ക്യാൻഡിൽ വരികയാണ്. അപ്പൊ നമ്മൾ പ്ലസ് ആണ്. ഇപ്പൊ നമുക്ക് 5 പോയിന്റ് എന്നുള്ളത് നമുക്കൊരു 6 പോയിന്റ് അബോവ് പോയി നമ്മൾ പ്രോഫിറ്റ് എക്സിറ്റ് ചെയ്തു. അപ്പൊ നമുക്ക് പ്രോഫിറ്റബിൾ ആണ്. ഇത് നേരെ ഓപ്പോസിറ്റ്
ആണെങ്കിൽ നമുക്ക് അത് എങ്ങനെ അതിനെ ബ്രീഫ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ആക്ച്വലി ഇത് നടക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാ ട്രേഡും ഒരു 2 സെക്കൻഡ് 3 സെക്കൻഡ് ചിലപ്പോൾ 5 സെക്കൻഡ് 10 സെക്കൻഡ്സിലൊക്കെ ട്രേഡ് തീരും. അവിടെ ഉണ്ടാകുന്ന ഇഷ്യൂ എന്ന് പറഞ്ഞാൽ നിങ്ങളിവിടെ കാണുന്ന ക്യാൻഡിൽ സ്റ്റിക്ക് നോർമലി കുറച്ചുകൂടെ ടൈമിൻ്റെയാ. അത്രയും ടൈം എടുത്തിട്ട് അത് ആ ക്യാൻഡിൽ സ്റ്റിക്ക് ഫോം ആവുന്നത്. അപ്പം ഈ ഒരു ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ പോലും വിത്തിൻ 1 സെക്കൻഡ് 2 സെക്കൻഡ് ഒന്നും ഡ്രോപ്പ് ആവില്ല. അത്ര ഫാസ്റ്റ് ഒന്നും ആയിട്ട് മാർക്കറ്റ് മൂവ് ചെയ്യില്ല. തീർച്ചയായിട്ടും. എത്ര ഫാസ്റ്റ് ആന്ന് പറഞ്ഞാലും നമ്മൾ നോക്കുന്ന ആ ഒരു ടൈം ഫ്രെയിമിൽ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് അതിനുള്ള ഇനഫ് ടൈം ഉണ്ട്. ഞാൻ ഇത്രയും നാൾ ഇത് ട്രേഡ് ചെയ്തിട്ട് മിനിമം ആ ഒരു റേഞ്ചിൽ നിന്ന് ഓപ്ഷൻ പ്രൈസ് ഒരു 10 റുപ്പി 15 റുപ്പി ഒക്കെ ഡ്രോപ്പ് ആവണമെന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി ടൈം എടുക്കും. നമുക്ക് അപ്പോഴത്തേക്ക് മനസ്സിലാവും മാർക്കറ്റ് സെന്റിമെന്റ് മാറി എന്നുള്ളത് നമുക്ക് നല്ലപോലെ ഫീൽ ചെയ്യും ഈ ഒരു ഓവറോൾ പ്രൈസ് മൂവ്മെന്റിൽ. അങ്ങനെ ആകുമ്പോൾ അപ്പൊ തന്നെ കട്ട് ചെയ്യും നമ്മള്. ഓക്കെ, ഞാനിപ്പോ ഈ ഒരു ഭയങ്കര ക്യൂരിയോസിറ്റിയിലാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടത്തിലാണ്. അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നിങ്ങൾ ഈ പറയുന്നത്. നമ്മൾ ഈ പ്രൈസ് ആക്ഷനിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് കുറച്ചുകൂടെ ഭയങ്കരമായിട്ട് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്നുള്ളതുകൊണ്ട് എനിക്കിത് കുറച്ചുകൂടെ ഇതാണ് എക്സൈറ്റ്മെന്റ്. ഇതിൽ വരുമ്പോൾ പ്രൈസ് ആക്ഷൻ ചിന്തിക്കരുത്. നമ്മുടെ മൈൻഡിൽ ആ പ്രൈസ് ആക്ഷൻ കിടന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മെന്റാലിറ്റി ഡൗട്ട് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും നമ്മളെ ട്രേഡ്സ് എടുക്കുമ്പോൾ. എനിക്ക് ഷെയർ മാർക്കറ്റിൽ 2 വർഷം മുമ്പേ ഞാൻ ഇതിന്റെ അടുത്ത് എനിക്ക് ഭയങ്കരമായിട്ടൊരു ഇഷ്ടം വന്നിട്ട് ഞാൻ ആദ്യം പ്രൈസ് ആക്ഷൻ പഠിച്ചു, അത് കഴിഞ്ഞിട്ട് SMC പഠിച്ചു, അത് കഴിഞ്ഞ് ITC പഠിച്ചു. എന്നിട്ട് നമ്മൾ ഇതെല്ലാം കൂടെ വെച്ചിട്ടൊരു സെറ്റപ്പാണ് ഞാനിപ്പോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സിസ്റ്റം കണ്ടപ്പോ എനിക്ക് കുറച്ച് ക്യൂരിയോസിറ്റി ഉണ്ട്. നമുക്ക് A to Z പഠിച്ചാൽ പ്രോഫിറ്റബിൾ ആണ്. ഓക്കെ, അപ്പൊ പ്രോഫിറ്റബിൾ ആണെങ്കിൽ അതിനെ കണ്ടിന്യൂ ചെയ്യുക. കൂടെ ഒരു സൈഡിലായിട്ട് നിങ്ങൾക്ക് ഈ സിസ്റ്റം ട്രൈ ചെയ്യുക, ലൈക്ക് മാർക്കറ്റ് വർക്ക് ചെയ്യുന്നെന്ന്. അല്ല, ലൈക്ക് നമ്മൾ ഇത് സൈഡിലൂടെ ജസ്റ്റ് ലൈക്ക് മാർക്കറ്റിനെ ട്രാക്ക് ചെയ്ത് നോക്ക്, ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന്, ഇതിന് എത്ര ആ ഒരു ചാൻസസ് കിട്ടുന്നുണ്ട്, നമുക്ക് എത്ര എൻട്രി പോയിന്റ്സ് കിട്ടുന്നുണ്ടെന്നുള്ളത് ഒന്ന് ക്ലോസ്ലി ഒബ്സർവ് ചെയ്യുക. നമ്മൾ ട്രേഡ് എടുക്കാത്ത ഒരു ദിവസം, നമ്മൾ മറ്റൊരു ട്രേഡിൽ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു മൈൻഡ് സ്പേസ് ഉണ്ടാവത്തില്ല. പക്ഷേ ട്രേഡ് എടുക്കാത്ത ദിവസം നമ്മൾ അതിനെ ഒന്ന് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എത്ര ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്ന്. എന്നിട്ട് അത് എഫക്റ്റീവ് ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ട്രൈ ഔട്ട് ചെയ്താൽ മതി. എന്നുവെച്ചാൽ ഓൾറെഡി പ്രോഫിറ്റബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ആ സിസ്റ്റം തന്നെ കണ്ടിന്യൂ ചെയ്തതിൽ ഒരു തെറ്റുമില്ല. അല്ല, ഞാൻ അത് മാത്രമല്ല, എനിക്ക് പിന്നെ ഒരു ഡൗട്ട് ഉള്ളത്, നമുക്ക് ക്രിപ്റ്റോയിൽ ഇത് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് കുറച്ചുകൂടെ ഹ്യൂജ് മൂവ്മെന്റ് ക്രിപ്റ്റോയിൽ ഉണ്ടല്ലോ, നമുക്ക് അതിലെന്തെങ്കിലും നമുക്ക് ഇത് ഈ സിസ്റ്റം കൊണ്ട് ചെയ്യാൻ പറ്റുമോ? ആക്ച്വലി നമ്മുടെ ഈ സിസ്റ്റത്തിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഹ്യൂജ് മൂവ്മെന്റ് നമ്മൾ ലൈക്ക് നമുക്ക് ആവശ്യമില്ല. നമുക്ക് ഹ്യൂജ് മൂവ്മെന്റ് കിട്ടിയിട്ടും കാര്യമൊന്നുമില്ല, 5 രൂപയിലേ കിട്ടൂ. അവിടാണ് ഒരു പ്രശ്നം. നമ്മള് ഹ്യൂജ് മൂവ്മെന്റ് ഇല്ലാണ്ടിരിക്കുന്നതാണ് നമുക്ക് നല്ലത്. ഏതാ ക്രിപ്റ്റോയിൽ നമുക്ക് ഇത് ഓക്കെയാണ്? ക്രിപ്റ്റോയിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ 5 റുപ്പി പ്രോഫിറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യാം. പക്ഷെ ഈ ഒരു ഓവറോൾ ട്രേഡിംഗ് ടെർമിനലും നമ്മൾ ഈ ഉപയോഗിക്കുന്ന ഒരു ലൈക്ക് എക്സൽ ഷീറ്റിനകത്ത് നമുക്ക് കിട്ടുന്ന ആ ഒരു ഇൻഡിക്കേഷൻസ്, ഇതൊക്കെ നമ്മൾ ബാങ്ക് നിഫ്റ്റിയിലെ അണ്ടർലൈങ് അസറ്റ്സുമായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അപ്പോൾ അതിനകത്ത് ഈ ബാങ്ക് നിഫ്റ്റിയുടെ അണ്ടർലൈങ് അസറ്റ് ഇല്ലെങ്കിൽ നമുക്ക് അതിനെ പിന്നെ വേറെ ഉണ്ടാക്കിയെടുക്കണം. ലൈക്ക് ക്രിപ്റ്റോയ്ക്ക് വേണ്ടി നിങ്ങൾ ഈ കോൺസെപ്റ്റിനെ വേണം നിങ്ങൾക്ക് ക്രിപ്റ്റോയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ക്രിപ്റ്റോയിൽ അങ്ങനെ ഒരു ട്രേഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ, ലൈക്ക് ടെർമിനൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. നമുക്ക് അതിലൊന്ന് വർക്ക്ഔട്ട് ചെയ്യണമെന്നേ ഉള്ളൂ. അപ്പൊ നമുക്കിത് A to Z നമുക്ക് പഠിക്കാൻ വേണ്ടി എന്താ ചെയ്യാം? നമുക്ക് എങ്ങനെയാണ് ഇതിനെ കുറച്ച് സെർച്ച് ചെയ്ത് നമുക്ക് എടുക്കാം? ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നുണ്ടാണ്. ഇതിപ്പം ഡീറ്റെയിൽഡ് ആയിട്ടുള്ളത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, നമ്മൾ ഈ കുറെ പേർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനത്തെ ഒരു സിസ്റ്റത്തിനെ പോലെ ചിന്തിക്കണം. ലൈക്ക് ഒരു 2 months ഒക്കെ വെച്ചിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓരോന്നിനും ഇൻഡെപ്ത് ആയിട്ട് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. അതിന്റെ എങ്ങനെ വർക്ക് ചെയ്യുന്നത്, അതിന്റെ അണ്ടർലൈങ് അസറ്റ്സ് നമ്മൾ എങ്ങനെ അതിനെ അനലൈസ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞില്ല, ഞാൻ ആദ്യം വന്നതുപോലാണ്. എനിക്കിപ്പോ ഈ സിസ്റ്റം കണ്ടപ്പോ നമ്മൾ ബ്ലാങ്കിലാണ്. ഇപ്പോ നിങ്ങൾ പറയുന്നതൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്, ഇപ്പോ ഓക്കെയാണ്. പക്ഷെ എന്നാൽ നമുക്ക് ഇൻഡെപ്ത് ആയിട്ട് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. നമുക്ക് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് അതിന്റെ ഇത് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. കാരണം എനിക്ക് വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ പ്രോഫിറ്റബിൾ ആയത് അത് വേറെ. പക്ഷെ അതിൽ ഭയങ്കര സൈക്കോളജിയാണ്. നമ്മള് രൂപയൊക്കെ ഉണ്ട്, 20,000 രൂപയൊക്കെ ഞാൻ ഇത് ലോസ് ആയിട്ട് മെന്റലി ഇങ്ങനെ പോയിട്ട് ഞാൻ വിചാരിച്ചു. പിന്നെ നമ്മൾ ഓരോ ദിവസവും ഇത് ട്രേഡ് ചെയ്ത് ഒരു 4-5 ദിവസം കഴിഞ്ഞിട്ടാണ് അത് റിക്കവർ ചെയ്യുന്നത്. ഇത് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ചാർട്ട്സ് ഉപയോഗിച്ച സമയത്ത് എനിക്ക് ഒരു ദിവസം ഒരിക്കല് അറൌണ്ട് 75,000 റുപ്പീസിന്റെ ലോസ് ഉണ്ടായിരുന്നു. അന്ന് ഞാൻ ലൈക്ക്
കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു ഒരു 1 month ആയിട്ട് 5,000 റുപ്പീസോളം പ്രോഫിറ്റ് എവറി ഡേ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അവിടുന്നാണ് ഒരു ഡേ ഞാൻ വിചാരിച്ചെടുത്തു നിന്ന് സൺഫാർമ അന്ന് ഞാൻ വിചാരിച്ചെടുത്തു നിന്ന് മാറി, ലൈക്ക് നമ്മൾ വർക്ക് ചെയ്ത് പ്ലാൻ ചെയ്യുന്ന ആ ഒരു സ്റ്റോക്കിൽ എനിക്ക് അന്ന് ഉണ്ടായത് ലൈക്ക് 75,000 റുപ്പീസിന്റെ ലോസാണ്. അന്ന് ഒത്തിരി മെന്റൽ ട്രോമ. എനിക്കറിയാം അത് നമുക്ക് ഈ ഒരു സിസ്റ്റത്തിന്റെ വലിയൊരു ഡിഫിക്കൽട്ടിയാണ്. നമുക്ക് നമ്മൾ ഈ ഒരു നമ്മുടെ മെന്റൽ സ്റ്റേറ്റ് ഉപയോഗിച്ച് നമ്മൾ ട്രേഡ് ചെയ്യുന്നതായോണ്ട് ചിലപ്പോൾ അത് തെറ്റിപ്പോയി കഴിഞ്ഞാൽ ഭയങ്കര ഇതിലേക്ക് പോകും. നമ്മൾ ബ്ലാക്ക് ഔട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ നോക്കി ഇരുന്നിട്ട് പെട്ടെന്ന് അവിടെ ഒരു ഹ്യൂജ് മൂവ്മെന്റ് അതും പെട്ടെന്ന് നമുക്ക് എക്സിറ്റ് ചെയ്യാൻ പോകുന്നില്ല. തോന്നില്ല. അതാണ് നമ്മൾ എക്സിറ്റ് വേണ്ടി ഒരുപാട് വെയിറ്റ് ചെയ്യും. എത്ര സമയം വേണമെങ്കിലും എക്സിറ്റ് വേണ്ടി നമ്മളതിങ്ങനെ ഇപ്പൊ കേറും. കോൺസെപ്റ്റിന്റെ യഥാർത്ഥ പേരെന്താണ്? എന്താണ് മാഷെ ഇപ്പൊ ഈ കോൺസെപ്റ്റിന്റെ യഥാർത്ഥ കറക്റ്റ് ആയിട്ടുള്ള പേരെന്താണ്? ഇത് നമ്മൾ സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്തെടുത്തത്, അല്ലാണ്ട് ഞാൻ ഇതാരും പഠിപ്പിക്കുന്ന കണ്ടിട്ടില്ല ഇതുവരെ. അങ്ങനെ യൂട്യൂബിൽ അങ്ങനെ ഒന്നും വീഡിയോസ് കണ്ടിട്ടില്ല. ഇതിന് ഞാനായിട്ട് വിളിക്കുന്ന പേര് ഇതാണ്, ലൈക്ക് ടാപ്ലെസ് ട്രേഡിങ്. പിന്നെ അതിനകത്തെ സിസ്റ്റം എന്ന് പറയുന്നത് 5 റുപ്പീസ് പ്രോഫിറ്റ് സിസ്റ്റം ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഇതിനെ. ഞാനിത് സ്വന്തമായിട്ട് എന്റെ ഉണ്ടാക്കിയെടുത്തതായതുകൊണ്ട് അങ്ങനെ ഒരു സ്ട്രക്ചറൽ പേരായിട്ടൊന്നും മാർക്കറ്റിൽ അറിയപ്പെടുന്നതില്ല. വളരെ വളരെ നല്ലൊരു പുതിയൊരു അനുഭവമാണ്. ഗ്രൂപ്പിൽ നമുക്ക് ഇനിയും നമുക്ക് നിങ്ങളുടെയൊക്കെ റെസ്പോൺസ് അനുസരിച്ച് നമുക്ക് ഇനിയും സെഷൻസ് ഒക്കെ പ്ലാൻ ചെയ്യാം മുന്നോട്ടാണെങ്കിലും. അന്നേരം നിങ്ങൾക്ക് കൂടുതൽ ഡെപ്തിൽ മനസ്സിലാക്കാനൊക്കെ പറ്റുന്നത്. ബിക്കോസ് എനിക്കും വേറെ ഓൾറെഡി നമുക്ക് വേറെ വർക്ക് ഉള്ളത് കൊണ്ട് അതിന്റെ കൂടാണ് ഞാനും ട്രേഡിങ് ചെയ്യുന്നത്. അപ്പൊ എല്ലാത്തിനോട് സമയം കിട്ടത്തില്ല. അപ്പം ആഗ്രഹമുണ്ട്. എങ്ങനെ ഞാനൊരു സ്കാഡ ഓപ്പറേറ്ററാണ്. അപ്പോൾ ഞാന് മാക്സിമം രാത്രിയൊക്കെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് രാവിലെ പോയി നമ്മള് ട്രേഡിംഗ് കൊണ്ടിട്ട് ചെയ്യുന്നതാണ്. നമുക്ക് പൈസയുടെ ആവശ്യമാണ് മെയിൻ. പക്ഷെ എന്നാലും നമ്മൾ ട്രേഡിങ്ങിന്റെ ഒരു പാഷൻ വന്ന ശേഷം പിന്നെ അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ തോന്നാത്തൊരു കണ്ടീഷനിലാണ്. അപ്പൊ അതിന്റെ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിനോട് ഞാൻ ആക്റ്റീവായിട്ട് നിൽക്കുകയാണ്. അല്ല, അത് പഠിക്കണം. നമ്മൾ എപ്പോഴും, ഈവൻ ഇഫ് നമ്മുടെ സിസ്റ്റം പ്രോഫിറ്റബിൾ ആണെങ്കിലും നമ്മൾ മാർക്കറ്റിൽ നടക്കുന്ന കാര്യങ്ങൾ എപ്പോഴും അറിയണം. ബിക്കോസ് എപ്പോഴും എന്തെങ്കിലും ബെറ്റർ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഞാൻ നമുക്ക് ഈ ആൽഗോരിതം വന്നപ്പോഴും നമ്മൾ ആലോചിക്കുന്നത് എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം, എങ്ങനെയെങ്കിലും നമുക്ക് ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് നമുക്കൊരു നമ്മളെ ലൈഫ് സ്റ്റൈലിന്റെ ഒരു പാർട്ടായിട്ട് പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പറ്റുന്നതിനെ കുറിച്ചാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. നടക്കും. ഇതിനെ നമുക്ക് ആൽഗോ ആയിട്ട് വരെ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഞങ്ങളും നോക്കുന്നുണ്ട് ആൽഗോ ആയിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് എത്ര എഫക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്നൊക്കെ നോക്കട്ടെ. എനിക്ക് തോന്നുന്നത് നമ്മുടെ ടൈം ഇപ്പൊ തീരും കേട്ടോ. നമ്മുടെ 40 മിനിറ്റ്. ഇത് ഞാൻ സൂം പ്രൊഫഷണലി ഉപയോഗിക്കുന്ന ആളല്ലാത്തതുകൊണ്ട് നമുക്ക് 40 മിനിറ്റ് ലിമിറ്റ് ഉണ്ട്. അപ്പൊ അത് തീരാറായി. നേരം എല്ലാവരും ഈ സെഷൻ ജോയിൻ ചെയ്തതിന് ഒത്തിരി താങ്ക്സ്. നിങ്ങൾ എല്ലാവരും ഒത്തിരി ടൈം ഈ രാത്രി സ്പെൻഡ് ചെയ്തു. നമ്മള് ഇനിയിപ്പോ മുന്നോട്ട് സെഷൻസ് ഹാൻഡിൽ ചെയ്യുന്നതായിരിക്കും അക്കോർഡിംഗ് ടു ദ റിക്വസ്റ്റ്. നിങ്ങളുടെ ഇൻട്രസ്റ്റ് അനുസരിച്ചാണ് എനിക്കിത് പഠിപ്പിക്കാനുള്ള ഇൻട്രസ്റ്റ് വരിക. അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. ഇപ്പോൾ ഗ്രൂപ്പ് അഡ്മിൻ വഴി ആണെങ്കിലും നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം എന്നെ, ഞാൻ അതിന് റിപ്ലൈ തരും. എന്നിട്ട് നമുക്ക് നോക്കാം എന്തായാലും മുന്നോട്ട്. ഓക്കെ.